നമസ്കാരം, ഞാൻ ഡോക്ടർ അനൂപ്. കേരള ഗവൺമെൻറ് ഹെൽത്ത് സർവീസിൽ ഓർത്തോപീഡിക് സർജനായി ജോലി ചെയ്യുന്നു. ഇപ്പോൾ ജനറൽ ഹോസ്പിറ്റൽ ഇരിഞ്ഞാലക്കുടയിലാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ തന്നെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫിനുണ്ടായ അസുഖത്തെക്കുറിച്ചാണ്. ഈ അസുഖം തിരഞ്ഞെടുക്കാൻ കാരണം എന്തെന്നാൽ ഈ അസുഖം ഉണ്ടോ എന്ന് അറിയാനുള്ള ടെസ്റ്റ് ചെയ്തിട്ട് ഒത്തിരി ആൾക്കാർ നമ്മുടെ ഒ പിയിൽ വരുന്നുണ്ട്. എന്നാൽ 95% ആ അസുഖം ആവാറില്ല. അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ അസുഖം എന്താണെന്ന് നോക്കാം. ഇദ്ദേഹം ഒരു ദിവസം രാവിലെ ഉറക്കം എണീറ്റ് കാല് തറയിൽ കുത്തുമ്പോൾ ഇടത് തള്ളവിരലിൽ നല്ല വേദനയുണ്ടായി. ഇദ്ദേഹം വെളിച്ചത്ത് പോയിട്ട് ആ കാല് ഒന്ന് നോക്കിയപ്പോൾ അതിൽ നല്ല നീരുണ്ട്, മാത്രമല്ല ഒരു ചുവന്ന കളറുമുണ്ട്. ആ ഭാഗത്ത് തൊടുമ്പോൾ തന്നെ അസഹനീയമായ വേദനയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ കാല് എവിടെയെങ്കിലും തട്ടിയിട്ടുണ്ടോ മടങ്ങിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചു. അങ്ങനെയൊന്നും ഉണ്ടായതായി അദ്ദേഹത്തിന് ഓർമ്മയില്ല. അതുപോലെ എന്തെങ്കിലും പ്രാണികളോ മറ്റോ കടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതും ഉണ്ടായിട്ടില്ല. അതിൻ്റെ പാടുകളൊന്നും തന്നെ കാണുന്നില്ല. അകാരണമായി പെട്ടെന്ന് കാലിലൊരു വേദന, ഇടത് കാലിൻ്റെ തള്ളവിരലിൽ. അപ്പോൾ ഇത് എന്തസുഖമായിരിക്കും? ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പിന്നെ ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തിന് യൂറിക് ആസിഡ് കൂടുതലായി ഉള്ളതായിട്ടും അതിൻ്റെ ചികിത്സ അടുത്ത് തുടങ്ങിയതായും പറഞ്ഞു. അപ്പോൾ ഇത് ഗൗട്ട് എന്ന് പറയുന്ന അസുഖമാണ്. യൂറിക് ആസിഡ് കൂടുതലായി ഉണ്ടായാൽ ഉണ്ടാവുന്ന ഒരു അസുഖമാണ്. ഈ യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ സാധാരണമായി കാണുന്ന ഒരു പദാർത്ഥമാണ്. എന്നാൽ ഇതിൻ്റെ അളവ് കൂടുന്നത് നമ്മൾ റെഡ് മീറ്റ്, ബീഫ്, മട്ടൺ പോലെയുള്ള റെഡ് മീറ്റ് അധികമായി കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ മദ്യപാനം, പ്രത്യേകിച്ച് ബിയർ, ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ അളവ് കൂടുന്നത്. പിന്നെ കീമോതെറാപ്പിയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിലും കൂടാറുണ്ട്. അപ്പോൾ ഈ യൂറിക് ആസിഡ് കൂടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഈ യൂറിക് ആസിഡ് മോണോസോഡിയം യൂറേറ്റ് എന്ന് പറയുന്ന ഒരു പദാർത്ഥത്തിലോട്ട് മാറും. ഈ മോണോസോഡിയം യൂറേറ്റ് നമ്മുടെ ജോയിൻറ്റുകളിലും അവൻ്റെ ക്യാപ്സ്യൂളിലും ഒക്കെ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ അത് കാരണം ഇൻഫ്ലമേഷൻ ഉണ്ടാവും. ഈ ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഈ വേദന, ജോയിൻറ്റ് പെയിൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് പ്രധാനമായും ബാധിക്കുന്നത് കാലിലെ തള്ളവിരലുകളെയാണ്. മറ്റ് ജോയിൻറ്റുകളെയും ബാധിക്കാം, കൂടുതലായും കാലിലെ ജോയിൻറ്റുകളെയാണ് ബാധിക്കുന്നത്. എന്നാൽ ഇത് ഏത് ജോയിൻറ്റിനെ വേണമെങ്കിലും ബാധിക്കാം, പക്ഷേ അതിനുള്ള സാധ്യതകൾ കുറവാണ്. നമുക്ക് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ബാധിച്ച ജോയിൻറ്റിൽ നല്ല വേദനയും അതിൻ്റെ പുറത്തായിട്ട് ഒരു ചുമന്ന കളറും നീരും അതുപോലെ തൊടുമ്പോൾ നല്ല വേദനയും ഉണ്ടായിരിക്കും. ഇത് നേരത്തെ പറഞ്ഞ പോലെ കാലിൻ്റെ തള്ളവിരലുകളെയാണ് കൂടുതലായിട്ടും ബാധിക്കുന്നത്. ഇതിനെ പൊടാഗ്ര എന്നാണ് പറയുന്നത്. അതുപോലെ കണ്ണിൻ്റെ പോളകളിൽ, ചെവിയിൽ, കാലിൻ്റെ പുറകിൽ ഉപ്പൂറ്റിയുടെ മുകളിലായിട്ട് ഒക്കെ യൂറിക് ആസിഡും മോണോസോഡിയം യൂറേറ്റും ഒക്കെ ഡിപ്പോസിറ്റ് ചെയ്ത് തടിപ്പുകളായി കാണാറുണ്ട്. ഇതിനെ ടോഫൈ എന്നാണ് പറയുന്നത്. അതുപോലെ യൂറിക് ആസിഡ് ലെവൽ കൂടുതലുള്ളവർക്ക് ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നം കിഡ്നി സ്റ്റോൺസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ക്രിസ്റ്റൽസ് ഡിപ്പോസിറ്റ് ചെയ്തിട്ട് അത് സ്റ്റോണായി മാറുകയും റീനൽ സ്റ്റോൺ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ്. ഇനി നമുക്ക് പിന്നെ രോഗനിർണയം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ബ്ലഡിൽ യൂറിക് ആസിഡിൻ്റെ ലെവൽ ആണ് പരിശോധിക്കുന്നത്. ഈ ടെസ്റ്റാണ് സാധാരണ എല്ലാവരും ചെയ്തുകൊണ്ട് വരുന്നത്. ശരീരത്തെ ഏത് ഭാഗത്ത് വേദന ഉണ്ടെങ്കിലും യൂറിക് ആസിഡിൻ്റെ ടെസ്റ്റും ചെയ്തിട്ട് ഒ പിയിൽ വരാറുണ്ട്. എന്നാൽ അവർക്കൊന്നും ഈ അസുഖം കാണാറില്ല. അപ്പോൾ യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടുതലായിരിക്കും. എന്നാൽ 40% ആൾക്കാരിൽ ഗൗട്ട് ഉള്ളപ്പോൾ, പെട്ടെന്നുള്ള ഗൗട്ട് ഉണ്ടാകുമ്പോൾ യൂറിക് ആസിഡ് നോർമലോ അല്ലെങ്കിൽ കുറവായിട്ടോ കാണാറുണ്ട്. അതായത് യൂറിക് ആസിഡ് നോർമൽ ആണെന്ന് വെച്ചിട്ട് നമുക്ക് ഗൗട്ട് അല്ല എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. അതുപോലെ യൂറിക് ആസിഡ് കൂടി നിൽക്കുന്ന 80% ആൾക്കാരിലും ഈ ഗൗട്ട് ഉണ്ടാവാറില്ല. അതുകൊണ്ട് യൂറിക് ആസിഡ് കൂടി നിൽക്കുന്നു എന്ന് വെച്ചിട്ട് അത് വേറെ ഏതെങ്കിലും ജോയിൻറ്റിൽ വേദന ഉണ്ടെങ്കിൽ അത് ഗൗട്ട് ആവണം എന്നും ഇല്ല. അത് വേറെ എന്തെങ്കിലും അസുഖം ആയേക്കാം. പിന്നെ എക്സ്റേ, ഈ അക്യൂട്ട് ഗൗട്ട് അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഗൗട്ട്, ആദ്യമായിട്ട് വരുന്ന അറ്റാക്കൊക്കെ ആണെങ്കിൽ അത് നോർമലായിരിക്കും. എന്നാൽ നീണ്ടു നിൽക്കുന്ന അസുഖം ആണെങ്കിൽ അതിൽ ഈ പഞ്ചർ ഔട്ട് ലീഷൻസും സ്ക്ലിയറോസിസ് എന്നൊക്കെ പറഞ്ഞ വ്യത്യാസങ്ങൾ കാണുന്നതാണ്. ഈ ഗൗട്ടിൻ്റെ കൃത്യമായിട്ടുള്ള ഡെഫിനറ്റീവ് ഡയഗ്നോസ് ചെയ്യുന്നത്
എങ്ങനെയെന്നാൽ നമ്മൾ ഈ ജോയിൻറ്റിൽ നിന്ന് സൈനോവിയൽ ഫ്ലൂയിഡ് അത് ആസ്പിറേറ്റ് ചെയ്ത് എടുത്തിട്ട് അത് ഈ പോളറൈസ്ഡ് ലൈറ്റ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന മൈക്രോസ്കോപ്പിൽ വെച്ച് പരിശോധിക്കുമ്പോൾ അതിൽ ഈ മോണോസോഡിയം യൂറേറ്റിൻ്റെ ക്രിസ്റ്റൽസ് കാണാവുന്നതാണ്. അത് നീഡിൽ ഷേപ്പിലുള്ളതാണ്. പിന്നെ അവനെ നെഗറ്റീവ്ലി ബൈഫ്രിഞ്ചൻ്റ് എന്ന് പറയും, ഒരു ടെക്നിക്കൽ ടേമാണ്. അപ്പം ഈ രീതിയിലാണ് ശരിക്കും നമ്മൾ ഗൗട്ട് ആണെന്ന് ഉറപ്പിക്കുന്നത്. പിന്നെ ഈ ഗൗട്ട് പോലെ തന്നെ സിംറ്റംസ് ഉള്ള വേറൊരു അസുഖമുണ്ട്, സ്യൂഡോ ഗൗട്ട് എന്ന് പറയും. അതിൽ പക്ഷേ കാൽസ്യം പൈറോഫോസ്ഫേറ്റ് എന്ന് പറയുന്ന പദാർത്ഥമാണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്, വേറെ മെക്കാനിസമാണ് അത്. പിന്നെ ഈ 60 വയസ്സിന് മേളിലുള്ളവരെയാണ് ബാധിക്കുന്നത്. നമുക്കിനി ഈ അസുഖത്തിൻ്റെ ചികിത്സ എങ്ങനെയാണെന്ന് നോക്കാം. അക്യൂട്ട് അറ്റാക്ക്, അതായത് പെട്ടെന്ന് വേദന വരുന്ന സമയത്ത് നമ്മൾ ആദ്യമായി കൊടുക്കുന്നത് NSAIDs, നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് എന്ന് പറയുന്ന വേദന സംഹാരികളാണ്. ഇത് വളരെ കോമൺ ആയിട്ട് കൊടുക്കുന്ന മരുന്നുകളാണ്. പിന്നെ കൊടുക്കുന്നത് കോൾച്ചിസിൻ എന്ന് പറയുന്ന മരുന്നാണ്. പിന്നെ യൂറിക് ആസിഡ് ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന മരുന്നുകളുണ്ട്. അത് ഒന്ന് അലോപ്യൂറിനോൾ എന്ന് പറയും, അടുത്തത് ഫെബുക്സോസ്റ്റാറ്റ്. നമ്മളിപ്പോൾ യൂറിക് ആസിഡ് ലെവൽ കൂടിയതായി കണ്ടിട്ട് ഈ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഇത് ചിലപ്പോൾ ഈ മരുന്ന് കാരണം തന്നെ ഗൗട്ട് ഉണ്ടായേക്കാം. അപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ സ്റ്റാഫിന് ഇതാണ് ഉണ്ടായത്. അദ്ദേഹം യൂറിക് ആസിഡ് ലെവൽ ചെക്ക് ചെയ്യുകയും അത് കൂടുതലായതുകൊണ്ട് ഈ ഫെബുക്സോസ്റ്റാറ്റ് എന്ന് പറയുന്ന മരുന്ന് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ യൂറിക് ആസിഡ് കൂടി നിൽക്കുന്നവരിൽ ചില മരുന്നുകൾ ഈ ഗൗട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ആസ്പിരിനാണ് ഒരു മരുന്ന്. പിന്നെ BP കൊടുക്കുന്ന ലൊസാർട്ടൻ, അമലോഡിപ്പിൻ എന്ന മരുന്നുകളെല്ലാം ഈ ഗൗട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ടാക്കുന്ന മരുന്നുകളാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ അറ്റാക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് ഈ കോൾച്ചിസിനും അലോപ്യൂറിനോളുമാണ്. അതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യം എന്തെന്നാൽ ഈ യൂറിക് ആസിഡ് കാരണം ഉണ്ടാവുന്ന ഗൗട്ട് എന്ന് പറയുന്ന അസുഖം കൂടുതലായും ബാധിക്കുന്നത്, അല്ലെങ്കിൽ ടിപ്പിക്കലായിട്ട് ബാധിക്കുന്നത് നമ്മുടെ കാലിൻ്റെ തള്ളവിരലുകളെയാണ്. അവന് പുടാകര എന്നാണ് പറയുന്നത്. ഇത് മറ്റ് ജോയിൻറ്റുകളെ ബാധിക്കാനുള്ള സാധ്യത താരതമ്യേന കുറവായിരിക്കും. അങ്ങനെ മറ്റ് ജോയിൻറ്റുകളിൽ വേദന വരുന്നത് മിക്കവാറും വേറെ ഏതെങ്കിലും അസുഖം കാരണമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ യൂറിക് ആസിഡ് കൂട്ടുന്ന മട്ടൻ, ബീഫ് എന്നുപോലെയുള്ള റെഡ് മീറ്റുകൾ, മദ്യപാനം, പ്രത്യേകിച്ച് ബിയർ ഒക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.